ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ കൂരപ്പൊടിയാണ് കേട്ടോ. അപ്പം അങ്ങനെ സ്കിൻ കെയർ അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യുകയൊന്നും ചെയ്യാറില്ല. എനിക്ക് സമയവും കിട്ടാറില്ല. പിന്നെ അങ്ങനെ അതിനോട് വലിയ അത്ര ഒരു ഇൻട്രസ്റ്റും ഇല്ല. അപ്പം വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ക്രീം തേച്ചാലേ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ചില സമയത്ത് ഇങ്ങനെ തോന്നും ഇങ്ങനെ ഉറത്ത് തേക്കാനായിട്ട്. അങ്ങനെ ഒരു തോന്നലാണ് ഞാനിങ്ങനെ തേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ആ കൂരപ്പൊടിയിലേക്ക് ഇത്തിരി തേൻ ഒഴിച്ച് ഒന്ന് കലക്കി എടുത്തേനെ കേട്ടോ. എന്നിട്ട് അപ്പോൾ അത് തേക്കുന്നതിന് മുമ്പ് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യണമല്ലോ. അപ്പം അതിനായിട്ട് ഞാനൊരു 1 സ്പൂൺ പാലെടുത്ത് അപ്പം അതുകൊണ്ടൊന്ന് ഒരു കോട്ടൺ വെച്ചിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്യാൻ പോവാണേ. ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ അമ്മയോടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യണത് നല്ലതാണ്. നമ്മുടെ സ്കിൻ കെയർ നമ്മൾ തന്നെ നോക്കണം. എത്ര ജോലിത്തിരക്കുണ്ടെങ്കിലും നമ്മുടെ കാര്യം നമ്മൾ നോക്കണം. ശരിയാലും എനിക്ക് വിചാരിക്കും, പക്ഷേ ഒന്നും നടക്കാറില്ല. അപ്പം എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് ഞാൻ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്ന് ഈവനിങ് ഡ്യൂട്ടി ഉള്ള ദിവസമാണ് കേട്ടോ ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ട്. അപ്പം അങ്ങനെ മുഖമൊക്കെ ഞാൻ ക്ലീനാക്കി. അപ്പം തേച്ച് തുടച്ചപ്പോൾ തന്നെ നല്ലൊരു ഫീലിങ്സ് എനിക്ക് തോന്നി കേട്ടോ. മുഖം കണ്ടിട്ട് ഞാനത് തേക്കുന്നതിന് മുമ്പുള്ള മുഖത്തിനെക്കാട്ടിലും നല്ലൊരു മാറ്റം എനിക്കത് തേച്ച് കഴിഞ്ഞപ്പോൾ, അതായത് ആ ക്ലെൻസ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നി കേട്ടോ. എനിക്ക് തന്നെ ഒരു ബ്രൈറ്റ്നസ് തോന്നി എൻ്റെ മുഖത്ത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ കൂരപ്പൊടിയിൽ നമ്മൾ തേൻ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചില്ലേ, ഇനി അത് തേക്കാൻ പോവാണ് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ ചെയ്യണതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണം കേട്ടോ. സത്യം പറഞ്ഞാലേ എനിക്കിങ്ങനെ നമ്മൾ ഈ തേനൊക്കെ ഒരു ഒട്ടലുണ്ടല്ലോ, എനിക്കങ്ങനെ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാത്തത്. ഈ പാലിൻ്റെ പാടത്തൊക്കെ അതൊക്കെ ഒട്ടലാണല്ലോ, അതുകൊണ്ട് ഞാനിതൊന്നും ചെയ്യാറില്ല. പിന്നെ ഒരു തോന്നി അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അത് മാക്സിമം ഞാൻ പെട്ടെന്ന് തന്നെ കഴുകിക്കളയാൻ ശ്രമിക്കും കേട്ടോ. എനിക്കിങ്ങനെ ഇപ്പോൾ സ്കിന്നിങ്ങനെ മുറുകുന്ന പോലെ ഒക്കെ ഫീൽ ചെയ്യും. എന്തോ എനിക്ക് ഒരു ഇഷ്ടക്കേടാ ഇങ്ങനെ ഈ ഒട്ടൽ തോന്നുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാറുമില്ല. അങ്ങനെ അതെല്ലാം കൂടെ നന്നായിട്ട് മുഖത്തും കഴുത്തിലൊക്കെ ആയിട്ട് വാരി പൂശി തേച്ച് വെച്ച് കേട്ടോ. ഇനി അത് എത്രയും പെട്ടെന്ന് കഴുകിക്കളയാനുള്ള സമയം നോക്കിയിരിക്കും ഞാൻ. ഇത് തേക്കുന്നത് ഇഷ്ടമല്ലെങ്കിലും പിന്നെ ഇച്ചിരി ബാക്കിയിരിക്കുന്നത് കണ്ടപ്പം എന്നാൽ അതും കൂടെ അങ്ങ് തേച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ച് വീണ്ടും തേച്ച് തുടങ്ങി കേട്ടോ. ഞാൻ മാല ഊരിയൊക്കെ മറന്നു കേട്ടോ. മാല ഊരി വെച്ചിട്ടൊക്കെ തേക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് തേക്കാൻ പറ്റും. ഇത് നമ്മൾ അല്ലെങ്കിൽ നമ്മളെ കുറച്ച് മാലയിലൊക്കെ ആയിട്ട് എല്ലാം പിന്നെ കരുത്തെ കിടന്നിങ്ങനെ ഓരയും അതിൻ്റെ ഒരു തരിയെല്ലാം കൂടെ ചേർന്നിട്ട് അങ്ങനെ മുഖത്ത് ഇതെല്ലാം മാറി തേച്ചു. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് വെയിറ്റ് ചെയ്ത് കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും നമ്മുടെ കോട്ടൺ എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി കേട്ടോ. മുഖത്ത് എന്ത് സാധനം ഇതുപോലത്തെ പാക്കും അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ചിരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയല്ലേ, അല്ലെങ്കിൽ മുഖത്ത് ചുളിവ് വീഴും. അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി നേരം അടച്ച് മിണ്ടാണ്ടിരുന്നു. എന്നിട്ട് ഞാൻ പോയി കഴുകാൻ പോവാണ് കേട്ടോ. അങ്ങനെ എൻ്റെ മുഖവും കഴുത്തും എല്ലാം കഴുകിയെടുത്ത് കേട്ടോ. എന്നിട്ട് എൻ്റെ കൊച്ചിൻ്റെ ഒരു പഴയ ടവലുണ്ടേ, ടവലെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊച്ചിൻ്റെ ഒരു ടവലെടുത്തിട്ടാണ് ഞാൻ മുഖം വൈപ്പ് ചെയ്തത്. അതായത് കൊച്ചിന് ഉപയോഗിക്കുന്ന ടവലല്ല, എക്സ്ട്രാ ടവലിരുന്നാണ് എടുത്തത് കേട്ടോ. അതാകുമ്പം നമുക്ക് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാമല്ലോ. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി കേട്ടോ. എനിക്ക് തന്നെ അതിശയം തോന്നി എൻ്റെ ഫേസ് കണ്ടിട്ട് കേട്ടോ. അപ്പം ഞാൻ പുറത്ത് വന്ന് നോക്കുന്നതാണ് കേട്ടോ. അപ്പം നല്ലൊരു ബ്രൈറ്റ്നസ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക ഫീലിങ്സ് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് തന്നെ. അപ്പം ഇതിങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആർക്കും ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ അറിയാമായിരിക്കും. അപ്പം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ, നല്ലൊരു റിസൾട്ട് അതിന് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓവിൻ്റെ ഷേ ബട്ടറാണ് ഞാൻ തേക്കുന്നത്. ഇതൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ തേക്കാറുള്ളൂ. അങ്ങനെ ക്രീമുകളാക്കി തേക്കുന്നതാണെങ്കിലും ഒക്കെ എല്ലാം തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. സിമ്പിൾ മേക്കപ്പാണ്. ഞാൻ അങ്ങനെ അധികം ഒന്നും ഒരുങ്ങാറില്ല കേട്ടോ. ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുന്നതൊക്കെ സമയമായി. അപ്പോൾ ഇനി ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ യൂണിഫോമൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു. ഞങ്ങളുടെ വീടിനടുത്തുനിന്നൊരു 5 മിനിറ്റോളം ഉള്ളു കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇനി മുടിയൊക്കെ കെട്ടാൻ പോവുകയാണേ. മുടി ഒത്തിരിയൊന്നുമില്ല കേട്ടോ. നേരത്തെയൊക്കെ എനിക്ക് ഉള്ളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഉള്ളൊന്നുമില്ല കേട്ടോ. ഇപ്പം ചുരുണ്ട മുടിയായാണ്. അതുകൊണ്ട് ഉള്ളില്ലെങ്കിലും സമാധാനമുണ്ട്. അധികം ഉള്ളില്ലെന്ന് തോന്നിക്കത്തില്ല.
അപ്പം ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പം പിന്നെ ഡ്യൂട്ടിക്ക് പുട്ടപ്പാണല്ലോ. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ സിമ്പിളായിട്ടൊന്ന് ബണ്ണൊക്കെ ഇട്ടുകൊണ്ട് പോകാറില്ല കേട്ടോ. ചില സമയത്ത് എനിക്ക് മുടി വെട്ടാൻ തോന്നുമ്പോൾ വെട്ടിക്കളയും കേട്ടോ. വെട്ടി മീൻസ് നമ്മുടെ ഷോൾഡറിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് വെട്ടിക്കളയും കേട്ടോ. ചിലപ്പോൾ എനിക്ക് വളർത്താൻ തോന്നുമ്പം വളർത്തും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഹെയർ ബാൻഡ് മസ്റ്റായിട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മുടി ഉണ്ടല്ലോ, ചുരുണ്ട മുടിയായതുകൊണ്ട് ഫ്രണ്ടിലിങ്ങനെ പൊങ്ങിയിരിക്കും കേട്ടോ. മുടി വളർത്തണമെന്ന് ഇൻട്രസ്റ്റ് തോന്നുന്ന സമയത്തെല്ലാം ഞാനിങ്ങനെ മുടി ചീകിട്ട് തിരിഞ്ഞു നോക്കും കേട്ടോ, എന്തോരം മുടി വളർന്നു എന്നൊക്കെ നോക്കും കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ നല്ല വെയിലാണല്ലോ, അതുകൊണ്ട് വോവിൻ്റെ തന്നെ സൺ പ്രൊട്ടക്ഷൻ ക്രീം തേക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കയ്യിലും മുഖത്തും കരച്ചിലൊക്കെ എല്ലാം വാരത്തേച്ച് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരുക്കം കഴിഞ്ഞു, ഞാൻ റെഡി ആയിട്ട് ഡ്യൂട്ടിക്ക് പോകാനായിട്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞ് കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന ഇറങ്ങുന്ന കണ്ടാൽ കരയും. ഒരുങ്ങിയെല്ലാം കഴിഞ്ഞ ശേഷം ഓർത്തത് എന്നപ്പോൾ ഒരു കണ്ണും കൂടെ എഴുതിയേക്കുന്നേ. അത് ഞാൻ എന്നും എഴുതാറില്ല കേട്ടോ. അത് ഞാൻ എപ്പോൾ കണ്ണെഴുതിയാലും എൻ്റെ കണ്ണ് നിറച്ച് പിന്നെ കരിയായിരിക്കും. അതുകൊണ്ട് അത് വല്ലപ്പോഴുമേ എഴുതാറുള്ളൂ. പക്ഷേ എനിക്ക് കണ്ണെഴുതാനും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ കണ്ണും എഴുതി. അപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ. മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വേറൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.